മഹാത്മാ അയ്യങ്കാളി, സാമൂഹ്യ പരിഷ്കർത്താവ്, നവോത്ഥാന നായകൻ, തികഞ്ഞ വിപ്ലവകാരി. ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജാതി മേലാളന്മാരുടെ വെല്ലുവിളികൾ സധൈര്യം എതിർത്ത് ദളിതരുടെ വിമോചനത്തിനും ഉന്നമനത്തിനുമായി പോരാടിയ ധീരനായിരുന്നു മഹാത്മാ അയ്യങ്കാളി. 1864 ഓഗസ്റ്റ് 28 തിരുവനന്തപുരത്തെ വേങ്ങന്നൂരിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പിതാവ് അയ്യനും മാതാവ് മാലയുമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ കാളി എന്ന വിളിപ്പേരുണ്ടായിരുന്നു. അദ്ദേഹം പുലയ സമുദായക്കാർക്ക് രക്ഷകനായ അയ്യങ്കാളിയായി പിന്നീട് മാറുകയായിരുന്നു. മനുഷ്യരായി പോലും കാണാത്ത അവഗണനയുടെ കയ്പ് നീർ മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ട കിരാതമായ അയിത്താചാരം മൂലം നടപ്പാതകൾ പോലും നിഷേധിക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്നും ആശയും അത്താണിയുമായി ജ്വലിച്ച സമരനായകനായി അവർക്ക് അയ്യൻകാളി. ദുരിതപൂർണമായിരുന്ന അധസ്ഥിതരുടെ ജീവിതത്തിനെ ജന്മികൾക്കെതിരെ നേരിട്ട് പോരാടിക്കൊണ്ട് അയ്യൻകാളി എന്ന നവോത്ഥാന നായകൻ കുറിച്ചുവച്ചത് കേരളം അന്നുവരെ ചിന്തിക്കുക പോലും ചെയ്യാതിരുന്ന പുതിയ ഏടുകളായിരുന്നു. അദ്ദേഹം ആഹ്വാനം ചെയ്ത വിവേചന വിരുദ്ധ സമരം ജന്മിമാരെ ചൊടിപ്പിക്കുകയും അയ്യൻകാളിക്കെതിരെ അവരിൽ പക വളർത്തുകയും ചെയ്തു. ആദ്യമായി കർഷക തൊഴിലാളി സമരം തിരുവിതാംകൂറിൽ മാത്രമല്ല ഇന്ത്യയിലും ആഹ്വാനം ചെയ്തതും അയ്യങ്കാളിയായിരുന്നു. ദളിത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ജന്മിമാർക്കെതിരെ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് ദളിത് തൊഴിലാളികൾ നടത്തിയ സമരം ജന്മിമാർക്ക് കനത്ത തിരിച്ചടിയായി. കൊയ്ത്തൊഴിഞ്ഞതോടെ ധാന്യപ്പുരകൾ കാലിയായി. പട്ടിണി മുൻപിൽ കണ്ട ജന്മിമാർക്ക് പിന്നീട് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ദളിതർക്ക് നിഷേധിക്കപ്പെട്ട വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി അദ്ദേഹം ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം നിർമ്മിച്ചു. സവർണരാൽ അതും നശിപ്പിക്കപ്പെട്ടു. അതിനെതിരെ നിരവധി പോരാട്ടങ്ങൾ നടത്തിയ അയ്യൻകാളിയുടെ ശ്രമഫലമായി 1914 ദളിത് കുട്ടികൾക്ക് വേണ്ടി മലയാളം പള്ളിക്കൂടം സ്ഥാപിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി അയ്യൻകാളി നടത്തിയ ശ്രമങ്ങൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ വിരചിതമാണ്. 1893 നടന്ന വില്ലുവണ്ടി സമരം പ്രമാണികൾക്ക് മാത്രമായി മുന്തിയ വേഷങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തിരുന്നവരോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. നിഷേധിക്കപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെ നടത്തിയ സമരം കാളകളെ പൂട്ടി വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് അയ്യൻകാളി നടത്തിയപ്പോൾ ഞെട്ടിത്തെറിച്ചത് ജന്മിത്വത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെയായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ അധർക്കതർക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ നിഷേധത്തിനെ ചോദ്യം ചെയ്ത് സ്ത്രീകളോട് മുലക്കച്ച ധരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനെതിരെ പ്രതികരിച്ച മാടമ്പികളെ വെല്ലുവിളിച്ച് കൊല്ലത്ത് പീരങ്കി മൈതാനത്തു നടത്തിയ സമ്മേളനത്തിൽ ജാതീയതയുടെ അടയാളമായ കല്ലുമാല ഉപേക്ഷിക്കുവാൻ സ്ത്രീകളോട് മഹാത്മാ അയ്യങ്കാളി ആവശ്യപ്പെട്ടു. ഈ വിപ്ലവകരമായ സാമൂഹ്യ മുന്നേറ്റം കല്ലുമാല സമരം എന്ന് പിന്നീട് അറിയപ്പെട്ടു. 1941 ജൂൺ 18 ഇഹലോകവാസം വെടിഞ്ഞ ഈ മഹാരഥൻ കേരളത്തിന്റെ നവോത്ഥാന നായകനാണെന്ന് നിസ്സംശയം പറയാം. ജാതികൾക്കതീതമായി ചിന്തിക്കുക, അനാചാരങ്ങളെ ശക്തിയുക്തം എതിർക്കുക, വിദ്യാഭ്യാസത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തപ്പെടുക, മഹത്തായ ആശയങ്ങൾ, ഉത്കടമായ ഇച്ഛാശക്തി, ഏതു വെല്ലുവിളിയെയും നേരിടാൻ പോന്ന ഉൾക്കരുത്ത്. അയ്യൻകാളി എന്ന പുലയ രാജാവിനെ മഹാത്മാ അയ്യങ്കാളിയാക്കിയത് അതുല്യമായ സ്വഭാവ വിശേഷതകളാണ്. അദ്ദേഹത്തിന് വേങ്ങാനൂരിൽ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ആ മഹാനുഭാവൻ എന്നും ഓർക്കപ്പെടുക പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം സധൈര്യം വെട്ടിപ്പിടിച്ചെടുത്ത നിരവധി നേട്ടങ്ങളുടെ പേരിലായിരിക്കും. മഹാത്മാ അയ്യങ്കാളിക്ക് പ്രണാമം.